Hi guys, welcome back to Evas Mama World. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി റെസിപ്പിയാണ്. ഒരു കപ്പ് പാൽ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്വീറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1/4 കപ്പ് ബട്ടർ ആണ് ഞാൻ ചേർത്തത്. എന്നിട്ട് ആ ബട്ടർ ഒന്ന് മെൽറ്റ് ആയി വന്നാൽ 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. രണ്ടും ഒരേ മെഷർമെന്റിൽ തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്നും ഇങ്ങനെ ചെയ്തെടുക്കാൻ. മൈദന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലുള്ള കട്ടകളൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കണം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വന്നാൽ നമുക്ക് ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാൻ. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര ആണ് ചേർത്തത്. മധുരം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ശേഷം ഇതൊന്ന് ട്രേയിലേക്ക് മാറ്റാൻ ഞാൻ ഇതുപോലുള്ള ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ ആണ് എടുത്തത്. എന്നിട്ട് ഇതിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കുറഞ്ഞതും 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിന്റെ താഴെ. നിങ്ങൾക്ക് ടൈം ഇല്ലെങ്കിൽ 1/2 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുത്താലും മതി. ഇതൊന്ന് സെറ്റായി വരുന്ന ടൈമിൽ നമുക്ക് കാരമൽ സോസ് റെഡിയാക്കി എടുക്കാം. അതും വളരെ എളുപ്പമാണ്. 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കലക്കി മാറ്റി വെക്കാം. കട്ടകളൊക്കെ റിമൂവ് ചെയ്തിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ശേഷം നമുക്കൊരു പാനിൽ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കാരമലൈസ് ആവണ വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവണ വരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് കാരമലായിട്ട് കിട്ടണം. ഷുഗർ നല്ലോണം മെൽറ്റായി ഇതുപോലെ കാരമലായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വന്ന ഉടനെ കോൺഫ്ലവറും വെള്ളവും ചേർത്ത മിക്സ് നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് ഇതുപോലെ കുറുക്കിയെടുക്കാൻ. അപ്പോൾ ഇതുപോലെ സോസ് പരുവത്തിലായിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നേരത്തെ ഫ്രിഡ്ജിൽ സെറ്റ് ആക്കാൻ വെച്ച മൈദയും പാലും ഉള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ മുകളിലേക്ക് നമുക്ക് നേരിയ ചൂടോടെ തന്നെ കാരമൽ സോസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കാരമൽ സോസ് എല്ലായിടത്തും സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കണം. ഫ്രീസ് ചെയ്യുകയാണെങ്കിൽ 1 മണിക്കൂർ മതിയാവും, അല്ലെങ്കിൽ 2 മണിക്കൂർ വേണം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ്സിൽ പറയുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.